ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 29 മുതൽ ജൂലൈ 5 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് ഇവിടെ പറയുന്നത്. ജപധ്യാനാദികൾ, പിന്നെ ക്ഷേത്ര ദർശനം, അവിടെ കഴിയുമെങ്കിൽ ഒരു വഴിപാട് കഴിപ്പിക്കുക. മഹാക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു മുഹൂർത്തകാലം 48 മിനിറ്റെങ്കിലും ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് അവിടെ അല്പസമയം ഇരുന്ന് ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതമായിട്ട് ഏതാനും നിമിഷങ്ങൾ ക്ഷേത്രത്തിലുണ്ടാകണം. ടെൻഷനൊക്കെ മാറ്റിവെച്ച് വളരെ റിലാക്സ്ഡായിട്ട് ശ്വാസം പുറത്തേക്ക് വിട്ട് അങ്ങനെ വളരെ സമാധാനത്തോടെയും സന്തോഷത്തോടുകൂടിയും സമർപ്പണത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിന് വളരെയധികം സമാധാനം നൽകും എന്ന് മാത്രമല്ല, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വളരെ ക്രിയാത്മകമായിട്ട് തന്നെ ചെയ്ത് തീർക്കുവാനും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ക്രമേണ അങ്ങോട്ട് കുറയുവാനും സമർപ്പണം ഏറുമ്പോൾ പൂർണ്ണമായിട്ടും ആ തടസ്സങ്ങൾ നീങ്ങുവാനും കുടുംബത്തിൽ ഐശ്വര്യം വരുവാനുമൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും എന്ന സംശയം വേണ്ട. അതുപോലെ തന്നെ എത്രത്തോളം നമുക്ക് സമർപ്പണമുണ്ടോ അത്രത്തോളം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ മനസ്സറിയുവാൻ കഴിയും എന്നുള്ളതാണ്. അവരോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറാനുള്ളൊരു മനസ്ഥിതിയും നമ്മളിൽ അറിയാതെ ഉണ്ടാകും എന്നുള്ളതാണ് ഈ സമർപ്പണ മനോഭാവത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ടുള്ള ഏറ്റവും വലിയ പ്രയോജനം എന്നറിയാം. ഇങ്ങനൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് കൂടെ നമ്മുടെ പ്രാർത്ഥനയിലും സമർപ്പണത്തിലും ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എപ്പോഴും നമ്മുടെ ഒരു ക്രിയേറ്റർ, സൃഷ്ടാവിൻ്റെ ആ സങ്കല്പം, നമ്മളെയൊക്കെ നിരീക്ഷിക്കുന്നതായിട്ടുള്ളൊരു സങ്കല്പം, നമ്മൾ ആ ഒരു കണക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആ ഒരു സങ്കല്പം, ഇതൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതം ഒരു പരിവർത്തനത്തിലേക്ക് തന്നെ പോകും എന്നുള്ളതിൽ സംശയം വേണ്ട. അത് വേണ്ടപ്പെട്ടവരിൽ വളരെയധികം വളരെ വ്യക്തമായി തന്നെ നമുക്ക് തിരിച്ചറിയുവാനും സാധിക്കും. ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ഇനി രാശിഫലത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ ധാരാളം ആവശ്യമായി വന്നേക്കാം എന്നുള്ളതാണ്. ധാരാളം പണച്ചെലവും ഉണ്ടാവും. ആഘോഷങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു വാരവുമാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. പല ടെൻഷൻസും അല്പമെങ്കിലും ഒന്ന് കുറയ്ക്കുവാൻ ശ്രമമുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് കുറയുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്നാൽ സാമ്പത്തിക നിലവാരത്തിന് പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. വരുമാനം വർദ്ധിക്കുവാനാണ് യോഗം. ജോലിയുള്ളവർക്ക് കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള ജോലിക്ക് ശ്രമിക്കാവുന്ന ഒരു വാരമാണ്. ആപ്ലിക്കേഷനൊക്കെ അയയ്ക്കുക. വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ഓഫർ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വിദേശ ജോലി, വിദേശ വിദ്യാഭ്യാസമൊക്കെ തരപ്പെടുവാൻ ഭാഗ്യമുള്ളൊരു കാലമായതുകൊണ്ട് അതിനുവേണ്ടിയും പ്രത്യേകം ശ്രമിക്കാം. വിവാഹ കാര്യങ്ങൾക്കും നല്ല സമയമാണ്. പ്രത്യേകിച്ച് ദോഷജാതകമൊക്കെ ഉള്ളവർ ഒന്ന് ശ്രമിച്ചോളൂ. പ്രാർത്ഥനയോടുകൂടി മഹാദേവ പ്രീതിയോടുകൂടി ശ്രമിച്ചോളൂ. വിവാഹാലോചനകൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. പഴയ കടം ബാധ്യതയൊക്കെ ഉള്ളവർ, കൂടുതൽ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് പുതിയ ബാധ്യതകൾ വരുത്തി വയ്ക്കാണ്ടിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരു ചെലവിലുമൊക്കെ ഒരു നിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. അത് ഈ രാശിയിൽ ഒരു 20%, ഒരു 20% അങ്ങനെയുള്ള ബാധ്യത കൊണ്ടുള്ള പ്രയാസങ്ങൾ പ്രകടമാകും. ബാക്കി ഭൂരിഭാഗം, അതായത് 70 to 80% ആൾക്കാർക്കും ഈ രാശിയിൽ സാമ്പത്തികമായിട്ട് അധിക പണച്ചെലവ് വന്നാലും വരുമാനം തുടരുവാനോ അല്ലെങ്കിൽ വരുമാന വർധനവിനോ ഉള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം അറിയാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളി സ്തോത്രം കൂടി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ നീങ്ങുന്നതിൻ്റെ ചില സൂചനകളൊക്കെ ലഭിച്ചു തുടങ്ങുന്നുള്ളതാണ്. ഉദാഹരണത്തിന് ലോണൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തടസ്സങ്ങൾ കുറയുന്നതായിട്ട് തോന്നാം. ചിട്ടി മുതലായ മാർഗങ്ങളിലൂടെ വരുമാനം വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അൺഎക്സ്പെക്റ്റഡ് സോഴ്സസ് ആണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ അരിയാസ് വരാം, ഇൻക്രിമെൻ്റ് അരിയാസോ സാലറി അരിയാസോ, അല്ലെങ്കിൽ ജോലിയിൽ സ്ഥിരപ്പെടാനോ ഒക്കെയുള്ളൊരു ഭാഗ്യം ആരംഭിച്ചിട്ടുണ്ട്. ജോലി അന്വേഷിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് നല്ല സമയമാണ്. ഈ വാരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. വളരെ
അലേർട്ടായിരിക്കണം. എവിടെയൊക്കെയാണ് വേക്കൻസീസ് വരുന്നത് അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യും. എല്ലാ ഇൻ്റർവ്യൂസും അറ്റൻഡ് ചെയ്യുകയും വേണം. കാരണം ജോലിക്ക് ഏറെ സാധ്യതയുള്ള വാരം തന്നെയാണ്. ജോലിയിലെ പ്രൊമോഷനും നേട്ടങ്ങളും ഒക്കെ വരാം. അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സിനുള്ള ഭാഗ്യമുണ്ട്. ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷം, ശനിദോഷം ഇങ്ങനെയുള്ള ജാതകങ്ങൾ വിവാഹ പൊരുത്ത വിഷയത്തിൽ അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു കാലം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ആവർത്തിച്ച് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും വിവാഹ കാര്യങ്ങൾക്ക്. ഒരുപക്ഷെ വിവാഹ കാര്യങ്ങളിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ തന്നെ വിവാഹ ദണ്ടൊക്കെ അങ്ങോട്ട് നടക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ തന്നെ തടസ്സം ഉണ്ടായിട്ടുണ്ടാകും കഴിഞ്ഞ കാലത്ത്. അതൊക്കെ അങ്ങോട്ട് മാറി യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരുന്ന ഒരു സമയമാണെന്ന് അറിയുക. പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചുകൊള്ളുക. കാര്യങ്ങളൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങി അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറിയിരിക്കുന്ന വാരമായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അടുത്ത മഹാക്ഷേത്രത്തിലെ ഗണപതിയെ വണങ്ങുക. ക്ഷേത്രത്തിനുള്ളിൽ ഞായർ, തിങ്കൾ, ശനി ദിവസങ്ങളിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഈ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും ഭഗവാൻ നീക്കിത്തരും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ, വാഹനത്തിന് റിപ്പയർ, ഗൃഹത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറോ റിപ്പയറോ ഒക്കെ വരാം. ജലവുമായിട്ട് ബന്ധപ്പെട്ടു ഒക്കെ റിപ്പയർ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു കാലമാണെന്ന് പ്രത്യേകിച്ചറിയാം. വാട്ടർ സിസ്റ്റത്തിനൊക്കെ ചെറിയ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറൊക്കെ വരാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും റൈഡ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതായത് ശ്രദ്ധയോടുകൂടി, അശ്രദ്ധ പാടില്ല. ചെറിയ തട്ടിലും മുട്ടിലും ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു വാരമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യണം. വിദ്യാർത്ഥികൾ കഴിയുന്നതും ടൂ വീലേഴ്സ് ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. കൂട്ടുകെട്ട് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. കാരണം പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുവാനും ഈവൻ കോളേജിലായാലും സ്കൂളിലായാലും പൊതുവേ ഒരു ഡൾനെസ്, ഒരു മന്ദത ഫീൽ ചെയ്യാനും ഒക്കെയുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ വരുമാന സ്രോതസ്സിൽ ചിലപ്പോൾ ഒരു ബില്ല് മാറി കിട്ടാനൊക്കെ ഒരു ഗവൺമെൻറ് സെക്ടറിൽ ഒക്കെ തടസ്സങ്ങൾ വരാം. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അരിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു വിൽപ്പനയിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലഡ്ജ് അങ്ങനെയൊക്കെ ഉള്ള വരുമാനത്തിനും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ ഏറെ വരുന്ന ഒരു കാലമാണ് എന്നുള്ളതുകൊണ്ട് ചിലവിലൊരു നിയന്ത്രണം പാലിക്കുക. ആഡംബരങ്ങൾക്ക് ചിലവ് കുറയ്ക്കുക. മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ചിലവ് അത്യാവശ്യമാണല്ലോ. അപ്പോൾ അതിന് ശനിപ്രീതിയാണ് വരുത്തേണ്ടത്. ശനിപ്രീതിക്കായിട്ട് ശനിയാഴ്ച വ്രതമെടുക്കുക. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. തടസ്സങ്ങളൊക്കെ ഭഗവാൻ നീക്കിത്തരും. ശനിയുടെ സ്തോത്രവും ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. മനസ്സിനുണ്ടായിരുന്ന ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് കാരണമില്ലാതെ തന്നെ ഒരു ഭയം, ടെൻഷൻ, അതൊക്കെ ഈ പ്രാർത്ഥന കൊണ്ട് കുറയുകയും ചെയ്യും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ഈ രാശിക്കാർ ടെൻഷൻ കുറയ്ക്കേണ്ട ഒരു വാരമാണെന്നുള്ളതാണ്. ഒരു കാരണവും ഇല്ലാതെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് ഉറക്കത്തിലെ ഡിസ്റ്റർബൻസ്, അതായത് തുടർച്ചയായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ഉറക്കം നിഷേധിക്കപ്പെടുക. അതുപോലെ മനസ്സിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ പ്രയാസങ്ങൾ വരിക. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ലേസിനെസ്, ഒരു മന്ദത്വം വരിക. അപ്പോൾ അത് ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്ന മാർക്കറ്റിംഗ് ഏജൻസീസ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവരൊക്കെ അവരുടെ വർക്കിൽ ചിലപ്പോൾ അങ്ങോട്ട് ശ്രദ്ധ കുറഞ്ഞു എന്ന് വരാം. അതുകൊണ്ട് നഷ്ടങ്ങൾ വരാം. എന്നുള്ളത് കൊണ്ട് കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം അത്യാവശ്യം വേണം. അതായത് ചിന്തകളിലാണ് ഒരു നിയന്ത്രണം വേണ്ടത്. എന്തിനാണ് ആവശ്യമായിട്ട് അങ്ങനെ ഒരു ഭയവും ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിയാണ്, കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ചിലവ് ഏറി വരികയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലത്തിൽ അല്പം വരുമാനം കൂടുതലൊക്കെ ഉണ്ടായിരിക്കും. ഈ രാശിക്കാർക്ക് കുറേ കാലമായിട്ട് ബാധ്യതകളുടെ ഒരു കൂടുതൽ ഉണ്ടായിരുന്നതുകൊണ്ടും കടം ലോണൊക്കെ ഉള്ളതുകൊണ്ടും ഈ അധിക വരുമാനമൊക്കെ ഒരുപക്ഷെ അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കുറയ്ക്കുവാനായിട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമാനം കൂടുതലൊക്കെ ഇപ്പോൾ വന്നു കഴിഞ്ഞാലും അതങ്ങോട്ട് തൃപ്തി വരണമെന്നില്ല. എന്ത് വരുമാനം കൂടുതലാണ്, ഇപ്പോൾ ചിലവ് വളരെ കൂടുതലല്ലേ, അപ്പോൾ എന്നൊക്കെയുള്ള ചിന്ത വരാം എന്നുള്ളതാണ്. പിന്നെ ഈ രാശിക്കാർക്ക് ആവർത്തിച്ച് ചില വർഷങ്ങളായിട്ട് ഈ ധനനഷ്ടം, ഇങ്ങനെ പണച്ചെലവ് എന്നാൽ വരുമാനത്തിൽ അങ്ങനെ വലിയ വർധനവ് ഒരു വർഷത്തിന് മുമ്പുള്ള കാലം വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതുകൊണ്ട് പൊതുവെ ഒരു നിരാശ വരാം. നല്ല ഫലങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെ ഒന്നും നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നൊക്കെ ഒരു ചിന്ത വരാം. ആ ചിന്ത അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകേണ്ട
ഒരു കാലമാണ്. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരാനായിട്ട് പ്രത്യേക പ്രാർത്ഥന നടത്തണം. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ബാധ്യത കുറയ്ക്കുവാനും കുടുംബ ഐശ്വര്യത്തിനും വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനുമായിട്ട് കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് രാവിലെയും വൈകുന്നേരവും ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കനകധാരാ സ്തോത്രം 5 പ്രാവശ്യം ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളിലെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ടല്ലോ, അപ്പോൾ വരുമാനത്തിലെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ട് നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. പല കാര്യങ്ങൾക്കും കുറച്ചു കാലമായിട്ട് ആവർത്തിച്ച് തടസ്സങ്ങൾ ഇങ്ങനെ വരികയും ചിലവ് ഏറിയിരിക്കുകയും പിന്നെ ലോണൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് കൊണ്ടുമൊക്കെ വളരെയധികം ടെൻഷൻസ് ജീവിതത്തിൽ വന്നതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ടെൻഷൻസ് ഹലോ എത്തി അല്ലേ? ഞാൻ എത്തും. എനിക്ക് 4 ദിവസമായിട്ട് പനിയായിട്ട് എടുക്കുക. വൈകാതെ അങ്ങ് വരും. ഓക്കെ വരും ഇപ്പോൾ എത്തും. ഓക്കെ. ഓം ശ്രീ വിഘ്നേശ്വര. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, ഒരുപക്ഷെ വർഷങ്ങളായിട്ട് തന്നെ അധിക പണച്ചെലവും വരുമാനത്തിൽ കുറവും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാത്തതുകൊണ്ടുള്ള വിഷമവും ഒക്കെ കാരണം അല്പം ഒരു അനുകൂല ഭാവം വന്നിട്ടുള്ള ഈ കാലവും ഒരു നിരാശയോടുകൂടി മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി കുറയ്ക്കണം. വ്യാഴൻ അനുകൂല ഭാവത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും ദൈവാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ജോലിയിലൊരു ഉയർച്ച അല്ലെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുവാൻ, ഒരു വരുമാന മാർഗം വരുവാൻ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ ഇതൊക്കെ കൊണ്ട് പെട്ടെന്ന് പഴയ ബാധ്യത അല്ലെങ്കിൽ ഒക്കെ അങ്ങോട്ട് കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ടെൻഷൻ കാരണം പല പ്രയാസങ്ങളും വരാം. എന്നുള്ളതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ടെൻഷനൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കോളൂ. പ്രയാസങ്ങൾ തീർച്ചയായിട്ടും കുറയും, വരുമാനം വർദ്ധിക്കും, പഴയ ബാധ്യതകൾ കുറയ്ക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ശ്രദ്ധ വേണം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ പ്രോബ്ലംസോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പ്രോൺനെസ്സോ വാഹനം കൊണ്ട് പ്രയാസങ്ങളോ ഒക്കെ വരുന്ന ഒരു കാലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. യങ്സ്റ്റേഴ്സ് 2 വീലർ റൈഡ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ല. രാത്രികാല സഞ്ചാരം, അതുപോലെ കൂട്ടുകെട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ കൂട്ടുകെട്ട് കൊണ്ട് സ്കൂളിലും കോളേജിലും പുറത്തുമൊക്കെ ചെറിയ പ്രയാസങ്ങൾ വരാം. ട്രാഫിക് ഒഫൻസ്, മൈനർ ഇഞ്ചുറി പ്രോൺനെസ്, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ കാണുന്നു എന്നുള്ളതുകൊണ്ട് മഹാദേവ പ്രീതി അത്യാവശ്യമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് കൊണ്ടും അവിടെ കഴിയുമെങ്കിൽ ജലധാര കഴിപ്പിക്കുന്നത് പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. ശിവാഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. കുടുംബത്തിന് ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങളും ഈ പ്രാർത്ഥന കൊണ്ട് കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്രം അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. അല്പം വരുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ വരുമാനമൊക്കെ കുറച്ചൊരു സേവിങ്സ് ഒക്കെ ഉണ്ടായിരിക്കാം. പലപ്പോഴും നമ്മളൊരു ഉദ്ദേശത്തോടു കൂടി എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പണം അവിചാരിതമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് ചിലവായി പോകാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു അംശമെങ്കിലും ചിലവായി പോകുന്നതുകൊണ്ട് ഒരു പക്ഷേ ഒരു ടെൻഷനൊക്കെ വരാം. ഉദ്ദേശിച്ച കാര്യം നടക്കില്ലല്ലോ എന്നൊക്കെ വരാം. ഈ ഹൗസ് കൺസ്ട്രക്ഷനിലൊക്കെ അധിക പണച്ചെലവ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പണച്ചെലവും പൊതുവേ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങുന്നതിൽ ചിലവ് കൂടുതലും വീട്ടാവശ്യത്തിനുള്ള ചിലവുകൾ വളരെ വർദ്ധിക്കുന്നത് കൊണ്ടുമൊക്കെ മനസ്സിന് അകാരണമായിട്ടുള്ള ഒരു ടെൻഷൻ വരാം. ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്പമൊന്നും മെച്ചമായി വന്ന കാലമായിരുന്നു, എന്നിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെയുള്ള ചിന്തകൾ മനസ്സിനെ ഒന്ന് വിഷമിപ്പിക്കാം എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ശരീരത്തിനൊരു ക്ഷീണത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഒന്നും അങ്ങോട്ട് നീങ്ങുന്നില്ല, പഠിച്ചിട്ടൊന്നും ഓർമ്മ നിൽക്കുന്നില്ല. ഈ ഓർമ്മ ഒരു പ്രയാസമായിട്ട് വരുന്നൊരു കാലമാണ് വിദ്യാർത്ഥികൾക്ക്. ആ മെമ്മറി ഗ്രാസ്പിംഗ്, നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ട് ഉൾക്കൊണ്ടാലും ആ പൂർണ്ണമായിട്ട് അത് അങ്ങോട്ട് ഒരു റിട്ടൻഷൻ, അത് നമ്മൾ പറയില്ലേ, ഓർമ്മ നിലനിർത്തുക, അതിന് ചിലപ്പോൾ അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് വിദ്യാർത്ഥികൾക്കും ടെൻഷൻ ഏറിയിരിക്കുക. എക്സാമിലൊക്കെ പെർഫോം ചെയ്യാൻ പറ്റുമോ, കോമ്പറ്റേറ്റീവ് എക്സാമാണ്
എന്നൊക്കെയുള്ള പ്രയാസങ്ങൾ, ചിന്തകൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ വരുന്ന ഒരു കാലമാണ്. വിഷമിക്കാനൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ്, അതായത് വിവാഹം, പ്രണയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. അതിൽ കൂട്ടുകെട്ടും സോഷ്യലൈസേഷനും ഒക്കെ കുറയ്ക്കേണ്ട ഒരു കാലമാണ്. അതും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണ്. പ്രയാസങ്ങൾ നീക്കുവാനായി ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ദിവസവും ധർമ്മശാസ്താവിൻ്റെ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം. ആരോഗ്യപരമായിട്ട് ചെറിയ ടെൻഷൻസ് ഉള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം കടന്നവർക്ക്, അതായത് 5ാം വ്യാഴവട്ടം കടന്നവർക്ക്, അവർക്ക് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള രക്തവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അത്രയേ ഉള്ളൂ. BP, ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ വരുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പല തടസ്സങ്ങൾ നീങ്ങുന്നതായി അനുഭവപ്പെടും. ബെറ്റർ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. എക്സാംസൊക്കെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് ചെയ്യാൻ അവസരം ലഭിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാതൃസ്ഥാനീയർക്ക്, അമ്മയുടെ ബന്ധുക്കൾക്ക് പൊതുവെ അത്ര നല്ല സമയമല്ല. മാത്രമല്ല കുടുംബത്തിൽ ചെറിയ ടെൻഷൻസോ ഒക്കെ വരുന്ന ഒരു സമയമാണ്. അത് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു, എന്നാൽ അതിൽ കുറവ് വരാം. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന ടെൻഷൻ അല്പം ഒരു കുറവ് വരാമെങ്കിലും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ടെൻഷൻ അല്പം ഒന്ന് തുടരാം. അതങ്ങോട്ട് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് പ്രാർത്ഥനാനിരതമായിട്ട് മുന്നോട്ട് പോകുക. നാരായണീയ പാരായണമാണ് ഏറ്റവും നല്ലത്. ശ്രീകൃഷ്ണാവതാരം ഭാഗം പാരായണം ചെയ്തോളൂ. ടെൻഷൻ മനസ്സിന് കുറയും. അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലമായിട്ട് പെരുമാറുവാനും നേട്ടങ്ങൾ കൊണ്ടുവരുവാനും കഴിയും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അതായത് സ്വന്തമായിട്ടൊരു ജോലി അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം, ജോലിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നവർക്ക് ആ ഒരു ടെൻഷൻ റിഡക്ഷൻ ഒക്കെ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം ഈ വാരം കാണുന്നു. ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായി അടുത്ത ക്ഷേത്രത്തിൽ ഗണപതിയെ വണങ്ങുന്നത് നല്ലതാണ്. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ അവിടെ ഒരു ഗണപതി ഹോമം കഴിപ്പിക്കാമെങ്കിൽ അതും ആകാം. തടസ്സങ്ങൾ നീങ്ങും, കുടുംബത്തിന് ഐശ്വര്യം വരും, സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. പണം അധികം ചിലവായി പോകുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകാം. പല കാര്യങ്ങൾക്കും ഒക്കെ പണം അങ്ങോട്ട് വന്നു ചേരുമോ അല്ലെങ്കിൽ തികയോ എന്നൊക്കെയുള്ള ഒരു അവസ്ഥയുണ്ടാകാം. വീട് പണിയിൽ ചില അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ വരാം. ലാൻഡ് ട്രാൻസാക്ഷൻ, വിൽപ്പന, വാങ്ങുക, അതിലൊക്കെ ഒരു നിയന്ത്രണം വേണം. കാരണം പലതരത്തിലുള്ള പ്രയാസങ്ങൾ അതുകൊണ്ട് പിന്നീട് ലീഗലായിട്ട് വരാം. ഈ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. ട്രാഫിക് ഓഫൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരാണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്രദ്ധയും സമർപ്പണവും കുറയുന്ന ഒരു സമയമാണ്. ശരീരത്തിന് ചെറിയ ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്നതുകൊണ്ട് അത് മടിയാകാം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഒരു താല്പര്യക്കുറവ് പ്രകടമാകുന്ന ഒരു സമയമാണ്. ചില കോഴ്സസിനൊക്കെ അഡ്മിഷൻ എടുത്തവർ ഇതൊക്കെ അങ്ങോട്ട് പൂർത്തിയാക്കാൻ കഴിയുമ്പോഴുള്ളൊരു തോന്നലുണ്ടാകാം. വിവാഹ കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ പ്രകടമായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനൊക്കെ ചില പ്രാർത്ഥനകൾ അത്യാവശ്യം വേണം. അപ്പോൾ അതുകൊണ്ട് ആ പ്രയാസങ്ങളൊക്കെ അങ്ങ് നീങ്ങിപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ് കാര്യങ്ങൾ. ശ്രീകൃഷ്ണ പ്രീതി വരുത്തിക്കോളും. വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കുടുംബത്തിൽ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന സന്തോഷക്കുറവും സമാധാനക്കുറവും ഒക്കെ അങ്ങോട്ട് മാറുന്നതിൻ്റെ സൂചനകൾ ലഭിക്കും എന്നുള്ളതാണ്. വളരെ കാലമായിട്ട് വിവാഹം അന്വേഷിച്ചിരുന്നവർക്കുണ്ടായിരുന്ന വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ കുറയുന്നതായി അനുഭവപ്പെടും. നമുക്കൊരു പക്ഷേ ഏതാണ്ടൊക്കെ ശരിയാകുന്ന രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരുന്ന ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ജാതകത്തിൽ ചെറിയ ദോഷം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ ശനിദോഷം, ചൊവ്വാദോഷമൊക്കെ എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ ചൊവ്വാദോഷമൊക്കെ ഉള്ളവർക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള ജാതകം വന്നു ചേരാൻ ഭാഗ്യമുള്ളൊരു കാലമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയാം. അതുകൊണ്ട് വിവാഹ കാര്യങ്ങളിലൊക്കെ തടസ്സം വന്നവരിപ്പോൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. വിവാഹം നടക്കുന്ന കാലമാണ്. വളരെ കാലത്തിന് ശേഷമാണ് വിവാഹത്തിന് വളരെ നല്ലൊരു കാലം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാൽ ശനി അത്ര അനുകൂല ഭാവത്തിലല്ല താനും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ആദ്യം ഒരു തടസ്സം ഉണ്ടാവും. തടസ്സം കൊണ്ട് നിരാശ വരരുത്. ജോലിക്കായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ആദ്യം ഒരു തടസ്സം വരും. ഇതൊക്കെ അങ്ങോട്ട് ശരിയാവുമോ എന്നുള്ളൊരു
തോന്നലുണ്ടാകാം. പക്ഷേ അത് വേണ്ട, തോന്നൽ വേണ്ട, തടസ്സങ്ങൾ മാറിക്കോളും എന്നുള്ളതിൽ സംശയം വേണ്ട. വസ്തുവിൻ്റെ വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ തരക്കേടില്ലാത്തൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പം ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. ശ്രീ വിഷ്ണു പഞ്ചായുധ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളുക. സ്ഫുരൽ സഹസ്രാര ശിഖാതിതീവ്രം സുദർശനം ഭാസ്കരകോടിതുല്യം സുരദ്വിഷാം പ്രാണവിനാശി വിഷ്ണു ചക്രം സദാഹം ശരണം പ്രപദ്യേ എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങും, മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കോപമേറിയിരിക്കുന്ന ഒരു കാലമാണ് എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു സമയമാണ്. വ്യക്തിബന്ധങ്ങളിൽ ശൈഥില്യം വരാം. കുടുംബത്തിനകത്ത് തന്നെ ചില അകൽച്ചയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കോപമേറിയിരിക്കുന്നതുകൊണ്ട് അതിലൊരു നിയന്ത്രണവും അത്യാവശ്യമാണ്. ഈ രാശിക്കാർ തൽക്കാലം യോഗധ്യാനം ശീലിക്കുന്നത് വളരെ നല്ലതാണ്. നാരായണീയത്തിലെ ശ്രീകൃഷ്ണാവതാരം ഭാഗം കൂടി പാരായണം ചെയ്യേണ്ടതും അത്യാവശ്യമായി കാണുന്നു. കാരണം മനസ്സിനൊരു സമാധാനമുള്ളൂ. മറ്റു കാര്യങ്ങളിൽ പലതും സമാധാനം വരും, വരുമാനമൊക്കെ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ സമാധാനം വരുമെങ്കിലും ചില വൈകാരിക പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. എല്ലാവരിൽ നിന്നും അകന്നു പോകുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ മനസ്സിൽ വരാം. ആൾക്കാരെന്നെ ഇപ്പോൾ ചിലർ പറയാറില്ലേ, ആരും ഇപ്പം അന്വേഷിക്കുന്നില്ല, മക്കളായാലും അന്വേഷിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ ഉണ്ടാകും. പലരിൽ നിന്നും അകന്നു പോകുന്നതായിട്ടുള്ള തോന്നൽ വരാം. ഹൗസ് കൺസ്ട്രക്ഷനൊക്കെ ഭാഗ്യമുള്ളൊരു സമയമാണ്. അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് ഭാഗ്യമുള്ള സമയമാണ്. ബെറ്റർ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കാം. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യവും അറിയാം. തടസ്സങ്ങളൊക്കെ നീക്കുവാനായി ഇപ്പോൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ചകളിൽ വ്രതമെടുത്ത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദുർഗാസ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും വന്നു ചേരും. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. ഈ രാശിയിൽ ജനിച്ചവരുടെ പഠനകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. അതൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഒക്കെ പഠനകാര്യങ്ങളിൽ വരുന്ന ഒരു സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകാം. ഓർമ്മയുണ്ടാവും. കാരണം ശനി വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരവസ്ഥയിൽ നിന്ന് അതങ്ങോട്ട് മാറിയിട്ടുണ്ട്. വ്യാഴനും അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി വന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലം പോലല്ല ഇപ്പോഴുള്ള സമയം എന്നറിഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും വിജയിക്കുവാൻ ഭാഗ്യമുണ്ട്. ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോൾ ലെറ്റർ വരാനുള്ള യോഗമുണ്ട്. ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുക. സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വരുന്ന ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ ജോലിയുള്ളവർക്ക് ബെറ്റർ ഓപ്ഷൻസ് വരും. അതായത് IT-ലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ബെറ്റർ കമ്പനീസിൽ നിന്ന് കോൾ വരാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹകാര്യങ്ങളിൽ ഒരു തീരുമാനമാകുവാനുള്ള യോഗമുണ്ട്. പ്രണയം വിവാഹത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ പ്രണയിക്കുവാൻ ആ മൈൻഡ് സെറ്റും ആ പ്രായത്തിലുള്ളവർക്കൊക്കെ പ്രണയിക്കുവാനുള്ള ഒരു അവസരം ലഭിക്കുവാനുള്ള യോഗവും ഈ വാരം കാണുന്നു എന്നറിയാം. അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം വരിക. ഇപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പ്രണയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് എല്ലാവർക്കും വരണമെന്നില്ലല്ലോ. അപ്പോൾ നല്ലൊരു സൗഹൃദം ഒക്കെ വരാം. ആ സൗഹൃദം കൊണ്ട് ബിസിനസ് പീപ്പിളിനൊക്കെ റൈസും ഹൈ കോൺടാക്ട്സ് ഒക്കെ ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. അവിചാരിതമായിട്ട് അല്പം പണം ലഭിക്കുവാനുള്ള ഭാഗ്യം, അതായത് ഒരു പക്ഷേ ചിട്ടിയോ അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ അരിയേഴ്സോ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നു. അനുകൂലമായിട്ടുള്ള ഈ കാര്യങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. അപ്പോൾ മടി അങ്ങോട്ട് കുറഞ്ഞോളും. ഇത് മാത്രമല്ല, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യന് പുഷ്പാഞ്ജലി ഞായറാഴ്ചകളിൽ കഴിപ്പിച്ചുകൊള്ളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കുടുംബത്തിന് ഐശ്വര്യവും ഒരു ഊർജ്ജസ്വലതയിലൂടെ ഈ മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഉയർച്ച വരികയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഈ അലർജിക് കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ് അങ്ങനെയുള്ള ചെറിയ പ്രയാസങ്ങൾ ഉള്ളവർക്ക് ഒരു പക്ഷേ ഏറെ ടെൻഷൻ വരുന്ന ഒരു വാരമാണ്. അത് സാരമില്ല. രാഹുപ്രീതി വരുത്തിക്കൊണ്ട് ആ പ്രയാസങ്ങൾ അങ്ങ് നീങ്ങിപ്പോകും. ഒരു കാരണവുമില്ലാതെ തന്നെ മനുഷ്യന് ഒരു ടെൻഷൻ വരിക, കാര്യങ്ങളിങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമോ, ഇത് വരുമോ അത് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷനും മനസ്സിനെ മഥിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് എന്ന് പറയും. അപ്പോൾ അതും പകലതുകൊണ്ട് തന്നെ വലിയ ക്ഷീണവും ഒരു കാര്യവും അങ്ങോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം വരാണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു
വാരമായതുകൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഭദ്രകാളി പ്രീതി വരുത്തേണ്ട ഒരു കാലമാണ് എന്നുള്ളതാണ്. ഭദ്രകാളി പ്രീതി വരുത്തി കാലത്തെ ഭദ്രമാക്കുന്നവൾ എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭദ്രകാളി പ്രീതി വരുത്തുന്നത് കൊണ്ട് ഈ പ്രയാസങ്ങൾ കുറയും, ഊർജ്ജസ്വലത വന്നു ചേരുന്നുള്ളതിൽ സംശയമില്ല. ഒരു ഊർജ്ജസ്വലത ഏറുവാനായിട്ട്, ഒരു ജീവശക്തി വർദ്ധിപ്പിക്കുവാനുമായിട്ട് നാഗക്ഷേത്ര ദർശനം ഉത്തമമായിരിക്കും. അതുകൊണ്ട് തന്നെ അലർജി കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, സന്തതിഭാവം ബലപ്പെടുത്തുക, സന്തതി ഉണ്ടാകാൻ വൈകുന്നവർക്ക് അതിലെ തടസ്സങ്ങൾ കുറയുക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വരുന്നത് കൊണ്ട്, അതായത് സന്തതിഭാവത്തിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സം കുറയുമ്പോൾ മനസ്സിന് ഒരു സന്തോഷം വരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകാനുള്ള ഭാഗ്യവും കാണുന്നു. പുതിയ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനും ഉയർച്ച ലഭിക്കുവാനും ഭാഗ്യം കാണുന്നു. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ. വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം കൂടി നടത്തുന്നത് ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കുക. മെയിൽ ID കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ള മെയിൽസിനുള്ള മറുപടി ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കും. പലരും കേരളത്തിന് പുറത്തുള്ളവർ പറയുന്നുണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണം, കാരണം കേരളത്തിലുള്ളവർക്ക് ലോക്കൽ കൺസൾട്ടേഷൻ വളരെ എളുപ്പമാണ്. ഞങ്ങൾക്കത് കിട്ടുന്നില്ല. ഇവിടെയൊക്കെ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ഉള്ളവർ പറയുന്നു ഇവിടെ വളരെ കോസ്റ്റ്ലിയാണ് ഒരു അസ്ട്രോളജറെ കാണുക എന്ന് പറയുന്നത്. നല്ലൊരു അസ്ട്രോളജറെ കാണുക, കേരളത്തിൻ്റെ 50 ഇരട്ടി 100 ഇരട്ടിയൊക്കെ കൊടുത്താലേ ഒരാളെ കാണാം. അത് തന്നെ കാണാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തുള്ള മെയിൽസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. പിന്നെ പ്രോഗ്രാം മറ്റു പല ഭാഷയിലുള്ളവരും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ചോദ്യങ്ങൾക്കും മറുപടി ഈ പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം. ആദ്യത്തെ മെയിൽ മിസ്സസ് റിനു സിൽന ഹൈദരാബാദിൽ നിന്നാണ്. റിനു സിൽന ഹൈദരാബാദിൽ നിന്നാണ്. ഐ ആം അക്വേറിയസ് ഡൂയിങ് ഫുഡ് ബിസിനസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൂയിങ് ഫുഡ് ബിസിനസ്. അവിട്ടം നക്ഷത്രം എന്ന് പറഞ്ഞിട്ടില്ല, അക്വേറിയസ് ആണ്. നമ്മൾ നോക്കിയപ്പോൾ അവിട്ടം നക്ഷത്രമാണ്. Moon sign ആണ് Aquarius. Your moon sign is Aquarius. For the last 7 years, things are going on very well. But in the past 3 years, I have some breathing problem, and how can I get rid of this breathing problem? That is what she asked. Mrs. Renu Silna from Hyderabad. What is the problem with me? Things were going on very well regarding my business, and also income flow is very high. At the same time, I am having physical problems, and so I am unable to attend to my work in a very sincere and devoted way. Please help me എന്ന് പറഞ്ഞിട്ടുണ്ട്. Avitta Nakshatram, and you are not following Malayalam well. Your Nakshatram is Avittam, Aquarius moon sign. And you were running 7.5 year period of Saturn, and you, in fact, still you have, but the serious period is over, so you can be happy about it. Your breathing problems will come down, and definitely you have to take medical aid, and along with that, practice yoga dhyanam. You can go to a yoga center and tell them that I have this breathing problem, and they will advise you as to what type of meditation and breathing exercises you have to perform. And within the next 6 months, your breathing problems and associated chest problems can be controlled, and you'll be able to devote more time to your work, and you are going to be satisfied with your work, and the returns will be very high this week. Not only this week, for the next few months, the returns will be very good, and you'll find yourself in a very good position by 2026. So be happy and confident. And if you are pious, you can chant Aditya Hridaya Stotram, that is Jayadu Jayadu Suryam Sapta Lokaika Deepam. It starts like that. Be happy and confident. Everything is going to come out very well. അടുത്ത മെയിൽ ശ്രീ മനോഹരൻ ചിറയങ്കയിൽ നിന്നാണ്. മകൻ 29 വയസ്സ്, വിശാഖം നക്ഷത്രം, പഠിത്തം പോളിടെക്നിക്കിലാണ്. പല പ്രാവശ്യം മുടങ്ങി പോളിടെക്നിക്കിലെ. വിശാഖ നക്ഷത്രമാണ്. ഇപ്പോൾ ജോലിക്ക് ശ്രമിക്കുന്നു. ബോംബെയിലാണ്. എന്താണ് ഭാവി? വിശാഖ നക്ഷത്രമായതുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല സമയമല്ല. പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കൂട്ടുകെട്ട് കൊണ്ട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ടാകാം. ഒരുപക്ഷെ വീട്ടുകാർക്ക് തന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കാനൊക്കെ കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മെച്ചമായിട്ടുള്ളൊരു കാലം ആരംഭിച്ചിട്ടുണ്ട്. ബോംബെയിൽ ജോലി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിനെ ചിലപ്പോൾ ആഴ്ചകൾക്കകം തന്നെ ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാകും. അതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. 2025 അവസാനമോ 2026
2026 ആദ്യ ഭാഗമോ മെച്ചമായിട്ടുള്ള ജോലി ലഭിക്കും എന്നുള്ളതിലും സംശയമൊന്നും തന്നെ വേണ്ട. ജാതകം നല്ല ജാതകമാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഉയർച്ച അതിനകത്ത് വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വിശാഖം നക്ഷത്രമാണ്, അതുകൊണ്ട് ശക്തിയേറിയ ലഗ്നത്തിനൊക്കെ നല്ല ബലമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്ഥിതിയിലെത്തും. പക്ഷേ 34 വയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഉയർച്ച വരിക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതായാലും മെച്ചമായിട്ടുള്ള വരുമാനമൊക്കെ കിട്ടുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. ഇപ്പോൾ ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യം മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ. കിഴക്ക് ദർശനമായിട്ട് ദിവസം ദേവി കൂടെ ഉണ്ടാവും. സന്തോഷമായിരിക്കും. മിസ് ശില്പ കണ്ണാടിയിൽ നിന്നാണ്. പൂരം നക്ഷത്രം, 28 വയസ്സ്, മ്യൂസിക് MA ഡൂയിങ് PhD. ഭാവി എങ്ങനെയാണ് എന്നുള്ളതാണ്. ജാതകത്തിൽ വ്യാഴൻ വളരെ ബലവാനാണ്. പൂരം നക്ഷത്രം ടീച്ചിങ് ലൈൻ തന്നെയാണ്. ഓൾറെഡി യു മൈറ്റ് ബി ഹാവിങ് ഇൻകം എന്നതിന് ധനലക്ഷ്മി സാന്നിധ്യം കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ മ്യൂസിക് ടീച്ചിങ്ങിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ട്യൂഷൻ ആയിരിക്കാം. വരുമാനം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. കോളേജ് പ്രൊഫസർ പോസ്റ്റിന് ട്രൈ ചെയ്യാവുന്നതാണ്. ബിക്കോസ് അധ്യാപനമാണ് ഇതിനകത്ത് കാണുന്നത്. വ്യാഴൻ വളരെ ബലവാനാണ് ലഗ്നത്തിലും നവാംശകത്തിലും ഒക്കെ തന്നെ. അപ്പോൾ ഗുരുസ്ഥാനം കാണുന്നു എന്നുള്ളതാണ്. അത് തുടരുക. സംഗീത രംഗത്ത് ഉയർച്ച ഉണ്ടാവും, അതിൽ സംശയമൊന്നും തന്നെ വേണ്ട. കോൺസെൻട്രേറ്റ് ഓൺ ക്ലാസിക്കൽ മ്യൂസിക് ആൻഡ് യുൽ ബി ധാരാളം കച്ചേരിയൊക്കെ ലഭിക്കാനും ഉയർച്ചയ്ക്കുമൊക്കെ ഭാഗ്യമുണ്ട്. പിന്നീട് ഒരു കാര്യം, 2026 വിദേശത്ത് നിന്ന് അസൈൻമെൻറ്റ് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് യു ക്യാൻ ബി ഹാപ്പി, യു ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. വിവാഹത്തെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. മിസ്ന്ന് പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന 9 മാസം തിരക്കേടില്ല എന്നുള്ളതാണ്. അതോ ഇനിയിപ്പോൾ ജോലി സ്റ്റേബിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടായാലും മതി. കാരണം മധ്യമകാലം മാത്രമാണ് ഇപ്പോൾ. റൈറ്റ് ചോയ്സ്. പ്രണയം ഒഴിവാക്കണം. ഇപ്പോൾ പ്രണയം റോങ് ഡെസിഷൻ മേക്കിംഗ് വരുന്ന ഒരു കാലമാണെന്നറിയാം, പൂരം നക്ഷത്രം ആയതുകൊണ്ട്. പൊതുവെ ഗ്രഹസ്ഥിതി അത്ര ഈ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിൽ, പ്രത്യേകിച്ച് ഇമോഷണൽ ഡിസിഷൻ മേക്കിങ്ങിന് അത്ര നല്ല സമയമല്ല. ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ട് വന്നോളും. സന്തോഷമായിരിക്കും. മിസ് ശരണ്യ ടോമിയോ തിരുവല്ലയിൽ നിന്നാണ്. നക്ഷത്രമായില്യം, 42 വയസ്സായി. പുനർവിവാഹം നടക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പുനർവിവാഹം നടക്കുമോ? എന്തോ ഒരു ശബ്ദത്തിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അത് ക്ലിയർ അല്ല. ശബ്ദത്തിന് ത്രോട്ട് ഇൻഫെക്ഷൻ, ത്രോട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ആണോ, അതെന്താ ചോദിച്ചാൽ ചോദ്യം വ്യക്തമല്ല. ആയില്യം നക്ഷത്രം ആയതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. മേ ബി ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രയാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ടാകും. റിപ്പീറ്റഡ് ആയിട്ടുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ വരുന്നൊരു കാലമായിരുന്നു. അലർജി കണ്ടീഷൻസ്, രാഹുവിൻ്റെ ഒരു സ്ഥിതി നോക്കുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ചെയ്യേണ്ട ഒരു കാര്യം, നാഗക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ശ്രീ നാഗരാജ സ്തോത്രമുണ്ട്, അതും ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. പിന്നെ വിവാഹ കാര്യത്തിൽ ഏജ് ഈസ് നോട്ട് എ ബാർ. ഇതിനകത്ത് വിവാഹത്തിനും ഇപ്പോൾ തിരക്കേടില്ലാത്ത സമയമാണ്. യു ട്രൈ ഫോർ എ മാരേജ്. 11 മാസം വിവാഹം താല്പര്യം ഉണ്ടെങ്കിൽ നടക്കാൻ യോഗമുള്ള സമയമാണ്. പക്ഷേ മധ്യമകാലമാണ്. 2 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ നല്ല സമയം വിവാഹത്തിന്. അപ്പോൾ ഒരു ശുക്രന് ബലം വരുന്ന ഒരു സമയമാണ്. പക്ഷെ അപ്പോഴേക്കും പ്രായമേറി വരും. അതുകൊണ്ട് ഈ പുനർവിവാഹ യോഗമുണ്ട്, വിവാഹം നടക്കും. പൊതുവേ സന്തതി സ്ഥാനം ബലവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതവും ലഭിക്കുമെന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. തുടർന്നും പ്രോഗ്രാം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കാം. എല്ലാ ഐശ്വര്യവും വരട്ടെ. ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം നമുക്ക്. ഓം ശ്രീ വിഘ്നേശ്വരായ.